നമസ്കാരം. അറേബ്യ ദിസ് വീക്കിൻ്റെ ഏറ്റവും പുതിയ അധ്യായത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. സംഘർഷഭരിതമായ സാഹചര്യമായിരുന്നു ഗൾഫ് രാജ്യങ്ങളിൽ കഴിഞ്ഞ ഒരാഴ്ചയായി ഉണ്ടായിരുന്നത്. കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഇറാൻ ഗൾഫ് രാജ്യങ്ങളിലേക്ക് ആക്രമണം ആരംഭിക്കുന്നത്. ചീറിപ്പായുന്ന ഡ്രോണുകളും മിസൈലുകളും, എങ്ങും പേടിപ്പെടുത്തുന്ന വാർത്തകളും കാഴ്ചകളും മാത്രം. ഇതുമാത്രമാണ് നിങ്ങൾ കണ്ടിട്ടുള്ളതെങ്കിൽ ഇനിയുള്ളതും കാണണം. ഗൾഫ് രാജ്യങ്ങളൊക്കെ ഒരു മാതൃകയാണ് ഉണ്ടാക്കിയത്. ചെറുത്തുനിൽപ്പിൻ്റെയും ചേർത്തുപിടിക്കലിൻ്റെയും ശക്തമായ മാതൃക. സംഘർഷമാണ് ആക്രമണത്തിൻ്റെ രാവുകളും പകലുകളും. ഫോണിൽ നിരനിരയായി വരുന്ന അലർട്ട് മെസ്സേജുകൾ, വലിയ സ്ഫോടന ശബ്ദങ്ങൾ, തീയും പുകയും നിറഞ്ഞ കാഴ്ചകൾ, ഒരു 100 വാർത്തകൾ. എല്ലാം കണ്ടെങ്കിൽ കേട്ടെങ്കിൽ ദേ ഈ കാഴ്ചകൾ കൂടി കണ്ടു നോക്കൂ. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനും ദുബായ് കിരീടാവകാശി ഷെയ്ഖ് ഹംദാൻ ബിൻ റാഷിദ് അൽ മഖ്തൂമും ദുബായ് മാളിൽ രാത്രി 9 മണിക്ക് ഇങ്ങനെ കറങ്ങി നടക്കുകയാണ്. വെറുതെയുള്ള കറക്കമല്ലിത്. കൊട്ടാരത്തിലിരുന്ന് മറ്റുള്ളവരുടെ സുരക്ഷ നോക്കുന്നതും ഉത്തരവിടുന്നതുമൊന്നുമല്ല ഇവരുടെ ശീലം. ജനങ്ങൾക്കിടയിലിറങ്ങി അവരെ ചേർത്തുപിടിച്ച് കുശലാന്വേഷണം നടത്തി ഇവിടെയെല്ലാം കൂളാണെന്ന് നേരിട്ട് പറയുന്നതാണ് രീതി. ഈ ദൃശ്യങ്ങൾ UAE സ്വദേശികൾക്ക് പകർന്ന ആശ്വാസം ചില്ലറയല്ല. How are you? Good. You happy? I'm very happy. Good. Where are you from? I'm from Ghana. Enjoy your stay. All right. Have a good time. Very good, safe country. ഭംഗിയായി തന്നെ ഇതുവരെയുള്ള ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ ഗൾഫ് രാജ്യങ്ങൾക്ക് കഴിഞ്ഞു. യുദ്ധം തങ്ങളുടെ നയമല്ലെന്ന് അവർ നേരത്തെ വ്യക്തമാക്കിയതാണ്. അബുദാബിയിലാണ് ആദ്യ ആക്രമണമുണ്ടായത്. പിന്നീടത് എല്ലാ ഗൾഫ് രാജ്യങ്ങളിലേക്കും പടർന്നു. സംവിധാനങ്ങളെയൊക്കെ ഒന്നായി പ്രവർത്തിപ്പിച്ച് എല്ലാ രാജ്യങ്ങളും ആക്രമണത്തെ ചെറുത്തു. أيضا نستعرض معكم الطائرة المسيرة الإيرانية شاهد 136 تم صد وتدمير المئات من هذه الطائرة. وأخيرا نوع آخر من الطائرات المسيرة من نوع شاهد 107 بالإضافة إلى شاهد 238 تم صد وتدمير العشرات من هذه الطائرات خلال ال4 أيام الماضية. في الأيام الأخيرة تعرضت دولة الإمارات إلى جانب دول الخليج ودول شقيقة وصديقة لسلسلة هجمات إيرانية سافرة في سياق تصعيد إقليمي خطير وغير مسبوق، دون الأخذ بعين الاعتبار موقف دولة الإمارات الواضح والذي أكدت فيه مرارا وتكرارا عدم السماح باستخدام أراضيها في أي عملية عسكرية تجاه إيران. سائلين الله عز وجل أن يحفظ دولتنا وقادتنا وشعبنا ويديم على الإمارات الأمن والاستقرار والازدهار. شكرا جزيلا لكم والسلام عليكم ورحمة الله وبركاته. ആക്രമണങ്ങളെ ഫലപ്രദമായി ചെറുക്കാൻ എല്ലാ രാജ്യങ്ങൾക്കുമായി രാജ്യസുരക്ഷ ഉറപ്പാക്കി ജനങ്ങളുടെ പേടി മാറ്റി. ഇറാൻ ഗൾഫ് മേഖലയിലെ രാഷ്ട്രങ്ങളെ മിസൈൽ ഉപയോഗിച്ച് ആക്രമിച്ചപ്പോൾ അവിടുത്തെ രാജ്യങ്ങൾ, ഗവൺമെൻറ്റുകൾ സ്വീകരിച്ച നടപടികൾ, പ്രത്യേകിച്ച് ഈ പൊതുജന സുരക്ഷയും അതുപോലെ തന്നെ ഗവൺമെൻറ് സർവീസുകളുടെ തുടർച്ചയുമൊക്കെ ലക്ഷ്യം വെച്ചുകൊണ്ട് സ്വീകരിച്ച നടപടികൾ ഏറെ പ്രശംസനീയമായിരുന്നു. പൊതുജനങ്ങൾ വല്ലാതെ പരിഭ്രാന്തരും അസ്വസ്ഥരുമായപ്പോൾ അവരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും അവരുടെ പേടി അകറ്റുന്നതിനു വേണ്ടി
പലതരത്തിലുള്ള നടപടികൾ ഈ ഗവൺമെൻറ്റുകളൊക്കെ സ്വീകരിക്കുകയുണ്ടായി. പ്രത്യേകിച്ച് ഖത്തറിൽ ജനങ്ങൾക്ക് കൃത്യമായ വാർണിംഗ് സിസ്റ്റം, ഏർലി വാർണിംഗ് സിസ്റ്റം ഏർപ്പാടാക്കിക്കൊണ്ട് വരാൻ സാധ്യതയുള്ള ആക്രമണങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുകയും പുറത്തിറങ്ങരുതെന്നും അതുപോലെ തന്നെ വീടുകളുടെ അകത്ത് തന്നെ ഇരിക്കണമെന്നും എന്തെങ്കിലും അത്യാവശ്യങ്ങൾക്ക് മാത്രമേ പുറത്തിറങ്ങാൻ പറ്റൂ എന്നൊക്കെയുള്ള ധാരാളം നിർദ്ദേശങ്ങൾ നൽകേണ്ടായി. വാസ്തവത്തിൽ ഗൾഫ് മേഖല ഇതുവരെ കണ്ടിട്ടില്ലാത്ത അത്ര, ചരിത്രത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത അത്ര വലിയ വലിയ ആക്രമണങ്ങളാണ് അവയിൽ പലതും നേരിട്ടത്. പക്ഷേ ആ ആക്രമണങ്ങളെ പൊതുജനങ്ങൾക്ക് അവരുടെ നിത്യജീവിതത്തെ തടസ്സപ്പെടുത്താതിരിക്കുമാർ അതിനു വേണ്ടുന്ന ധാരാളം മുൻകരുതൽ നടപടികൾ ഗവൺമെന്റ് സ്വീകരിക്കേണ്ട. അതിലേറ്റവും പ്രധാനം സ്കൂളുകൾ അടച്ചിട്ടു. സ്കൂളുകൾ പലതും ഓൺലൈനിലേക്ക് മാറി എന്നുള്ളതാണ്. തീർച്ചയായും ഈ രാജ്യത്ത് സുരക്ഷിതമായി ജീവിക്കുന്നതിനും അവിടുത്തെ പൊതുജനങ്ങളുടെ എല്ലാ അർത്ഥത്തിലുമുള്ള അവരുടെ സ്വാതന്ത്ര്യവും സുരക്ഷയും ഒക്കെ കണക്കിലെടുത്തുകൊണ്ടുള്ള സ്തുത്യർഹമായ നടപടികളാണ് ഈ ഗവൺമെന്റുകളുടെ ഭാഗത്തു നിന്നുണ്ടായത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ജനജീവിതം സാധാരണ നിലയിൽ തന്നെയായിരുന്നു. അതിനെ സാക്ഷ്യപ്പെടുത്തുന്നതാണ് ജനങ്ങളുടെ പ്രതികരണം. കഴിഞ്ഞ ശനിയാഴ്ച മുതലാണ് നമ്മൾ ഒരു ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു യുദ്ധ സാഹചര്യം നമ്മുടെ മുന്നിലേക്ക് വന്നത്. ശനിയാഴ്ച ഉച്ച മുതൽ പല വാർത്താ ഏജൻസികളും റിപ്പോർട്ട് ചെയ്തു ഇസ്രായേലും ഇറാനും അമേരിക്കയും തമ്മിലുള്ള ഒരു യുദ്ധസമാനമായ സാഹചര്യത്തെക്കുറിച്ച്. പിന്നീടത് നമ്മുടെ ഗൾഫ് മേഖലയിലേക്ക് വ്യാപിച്ചത് ശനിയാഴ്ച രാത്രിയോടുകൂടിയായിരുന്നു. ഞായറാഴ്ച പുലർച്ചെയാകുമ്പോഴേക്കും പല സ്ഥലങ്ങളിലും നമ്മൾ ഈ സ്ഫോടന ശബ്ദങ്ങൾ കേട്ടു. അത് പ്രത്യേകിച്ച് എയർപോർട്ടിൻ്റെ ഭാഗത്തൊക്കെ താമസിക്കുന്ന എന്നെ പോലുള്ള സാധാരണക്കാർക്ക് അത് ആദ്യ സമയത്തൊക്കെ കുറച്ച് ഭീതി പരത്തി. എങ്കിലും പിന്നീട് ഈ UAEയുടെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങളും സുരക്ഷാ ഏജൻസികളും വളരെ ശക്തമായ മുൻകരുതൽ നടപടി സ്വീകരിച്ചത് കൊണ്ട് തന്നെ ജനങ്ങൾക്ക് ആദ്യം അത്ര വലിയ ചെറിയൊരു ബുദ്ധിമുട്ട് നേരിടേണ്ടി വന്നുവെങ്കിലും പിന്നീട് എല്ലാവരുടെയും ദിനചര്യകളും മറ്റും സാധാരണ നിലയിൽ തന്നെ മുന്നോട്ട് പോയി. എല്ലാ ഓഫീസുകളിലും അതുപോലെ വർക്ക് സൈറ്റുകളും എല്ലാം സാധാരണ പോലെ തന്നെ ഇപ്പോഴും തുടർന്നു കൊണ്ടുപോവുകയാണ്. ഇവിടെ അങ്ങനെ ഒരു മറ്റ് ചാനലുകളിലും മറ്റ് പത്രങ്ങളിലും വരുന്നത് പോലുള്ള വലിയൊരു യുദ്ധസമാനമായ സാഹചര്യം ഇപ്പോൾ നിലവിലില്ല. കാരണം എല്ലാം സാധാരണ നിലയിലാണ്. ഇപ്പോൾ റോഡിലായ നമ്മളിപ്പോൾ ഇറങ്ങി കഴിഞ്ഞാൽ തന്നെ വാഹനങ്ങളൊക്കെ യഥേഷ്ടം പോകുന്നുണ്ട്. സ്കൂളുകൾക്ക് അവധിയാണ്. അത് ഒന്ന് അവരുടെ സ്പ്രിംഗ് വെക്കേഷൻ നേരത്തെ തുടങ്ങി, പിന്നെ പെരുന്നാളിൻ്റെ അവധിയുമുണ്ട്. എല്ലാം കൂടി മിക്സ് ചെയ്തുകൊണ്ട് അവരുടെ അവധി നേരത്തെ പ്രഖ്യാപിച്ചതുകൊണ്ട് റോഡിൽ കുറച്ച് ട്രാഫിക് കുറവാണിപ്പോൾ. ഇപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് സോണാപൂരിൽ ലേബർ ക്യാമ്പാണ്. ദുബായിലെ ഏറ്റവും വലിയ ലേബർ ഇവിടുത്തെ തൊഴിലാളികൾ വസിക്കുന്ന ഒരു സ്ഥലമാണ് സോണാപൂർ. ഇവിടെ തന്നെ നിങ്ങൾക്ക് കാണാം എല്ലാ തൊഴിലാളികളും രാവിലെ ഡ്യൂട്ടിക്ക് പോയി. ഇപ്പോൾ വൈകുന്നേരം നോമ്പുകാലമായതുകൊണ്ട് ഉച്ചവരെയാണ് അവരുടെ പലരുടെയും ഡ്യൂട്ടി സമയം. ഉച്ചയ്ക്ക് എല്ലാവരും തിരിച്ച് ക്യാമ്പുകളിലേക്ക് എത്തുന്ന കാഴ്ച നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ നമ്മുടെ സിറ്റിയിലേക്ക് പോവുകയാണെങ്കിൽ എല്ലാവരും രാവിലെ മെട്രോയിലും മറ്റ് ബസ്സുകളിലും പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ എല്ലാം വളരെ വളരെ ക്ലിയറായിട്ട് തന്നെ കൃത്യതയോടെ അവർ യാത്രാ സംവിധാനങ്ങൾ തുടരുന്നുണ്ട്. എല്ലാവരും ജോലിക്ക് പോകുന്നുണ്ട്. എല്ലാവരും തിരിച്ച് വീട്ടിൽ സമാധാനത്തോടെ എത്തുന്നുണ്ട്. അവർക്ക് ആർക്കും വലിയ ബുദ്ധിമുട്ടുകളില്ല. സർക്കാർ സംവിധാനം കൃത്യമായിട്ട് തന്നെ മെസ്സേജുകൾ പാസ് ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ സുരക്ഷാ മുൻകരുതൽ എടുക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് കൃത്യമായിട്ട് ചില സമയങ്ങളിൽ സൈറൺ വീഴുന്നുണ്ട്. സൈറൺ വരുമ്പോൾ തന്നെ ആൾക്കാർ അതിനുള്ള പ്രിക്കോഷൻസ് എടുക്കുന്നുണ്ട്. മറ്റ് ഒരു നമ്മൾ ഭീതിപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഭയപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഇപ്പോൾ തൽക്കാലം നമ്മുടെ ഇവിടെ UAEയിലില്ല. സ്ത്രീകൾക്കുൾപ്പെടെ ഈ സമയത്തും അനുഭവപ്പെടുന്ന സുരക്ഷിതത്വം ഗൾഫ് രാജ്യങ്ങളുടെ മാത്രം പ്രത്യേകതയാണ്. തുടക്ക സമയത്ത് കുറച്ച് പേടിയുണ്ടായിരുന്നു. ബിക്കോസ് നമ്മൾ ആരും ഇങ്ങനത്തെ ഒരു അവസ്ഥ അനുഭവിച്ചിട്ടില്ലാത്ത ആൾക്കാരാണ്. പേപ്പറിൽ മാത്രം വായിച്ചിട്ടും TV കണ്ടിട്ട് മാത്രം ദൂര സ്ഥലങ്ങളിൽ നടക്കുന്നത്. നമ്മൾ ഇങ്ങനെ ഒരു അവസ്ഥ ആദ്യമായിട്ടാണ് അനുഭവിച്ചത്. അപ്പോൾ ഒരു പേടിയുണ്ടായിരുന്നു. പക്ഷെ അതിനുശേഷം എല്ലാവരും വളരെ നോർമലായിട്ടുള്ള ലൈഫാണ്. ഇവിടെ നമ്മൾ ഗവൺമെൻറ് അത്രയും നമ്മളെ സപ്പോർട്ട് ചെയ്യും, നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നുള്ള വിശ്വാസം എല്ലാവർക്കും ഉള്ളതുകൊണ്ട് തന്നെ നല്ല രീതിയിലാണ് നമ്മളിവിടെ ജീവിക്കുന്നത്. ശരിക്കും നോർമലായിട്ട് തന്നെ. ഇവിടെ ഒരു യുദ്ധസമാനമായ സാഹചര്യങ്ങളും ഇല്ല. നാട്ടിലത്തെ മീഡിയ എനിക്കറിയില്ല ഇവർ എന്തിനാ ഇത്രയ്ക്കും പറയണമെന്നുള്ളത്. നമ്മളിവിടെ ഒരു സ്വസ്ഥത കുറവുമില്ല, സമാധാനത്തോടെ എല്ലാവരും നോർമൽ ലൈഫിലാണ് ജീവിക്കുന്നത്. എൻ്റെ അടുത്ത് എത്രയും പെട്ടെന്ന് ഇന്ത്യയിലേക്ക് ഫ്ലൈറ്റ് കിട്ടുമ്പോൾ കയറി പോകാനാണ് പറഞ്ഞത്. പക്ഷേ ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങനത്തെ ഒരു സാഹചര്യം ഇവിടെ ഇല്ല. എൻ്റെ ലൈഫ് ത്രെട്ടനിങ് ആയിട്ടുള്ള ഒരു അവസ്ഥ ഇവിടെ ഇല്ല.
അപ്പോൾ ഇവിടെ എൻ്റെ ലൈഫ് വെരി നോർമൽ. അപ്പോൾ ഇവിടെ നിന്ന് എനിക്കിപ്പോൾ പോകേണ്ട ആവശ്യമില്ല. അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ ഇന്ത്യ ഗവൺമെൻറ്റും UAE ഗവൺമെൻറ്റും അതിനുള്ള സാഹചര്യങ്ങൾ നമുക്ക് ഒരുക്കുന്നുള്ളത് നമുക്ക് ഉറപ്പാണ്. നമ്മൾ കോവിഡിൻ്റെ സമയത്തും കണ്ടതാണ്. നമ്മളെ 2 ഗവൺമെൻറ്റും നല്ലപോലെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കോവിഡിൻ്റെ സമയത്ത് ഞാനിവിടെ ഉണ്ടായിരുന്നു. അന്ന് ഞാൻ ഈ ഗവൺമെൻറ്റിൻ്റെ ഈ രാജ്യത്തിൻ്റെ സുരക്ഷ അനുഭവിച്ച ആളാണ്. ഇനീഷ്യലി എല്ലാവർക്കും അങ്ങനെ ഒരു പേടി ഉണ്ടായിരുന്നു. എൻ്റെ കൂടെ എൻ്റെ ഫ്രണ്ട്സൊക്കെ കുറച്ച് പേരൊക്കെ അങ്ങനെ കുറേ ഗ്രോസറി വാങ്ങിച്ചു വയ്ക്കുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ പിന്നെ എല്ലാവർക്കും മനസ്സിലായി ദിസ് ഇസ് ജസ്റ്റ് നോർമൽ, വിൽ ഗെറ്റ് എവറിത്തിങ് വാട്ട് വി വോണ്ട്. ഇപ്പം അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ എല്ലാ സ്റ്റോറിലും നല്ലോണം വെൽ സ്റ്റോക്ക്ഡ് ആണ്. നമുക്ക് അങ്ങനെ ഒരു ചില സാധനങ്ങൾക്ക് എനിക്ക് തോന്നുന്നു പ്രൈസ് കൂടിയിട്ടുണ്ടെന്ന് തോന്നുന്നു, വളരെ കുറച്ച് സാധനങ്ങൾ. പക്ഷേ ബാക്കിയെല്ലാം നോർമൽ തന്നെയാണ്. എനിക്ക് തോന്നുന്നില്ല ലോകത്ത് ഏത് കൺട്രിയിൽ, ഞാൻ UK-ലാണ്, അവിടെ നിന്ന് തിരിച്ചിങ്ങോട്ട് വരുന്നത്, ഇവിടെ നിന്ന് പോയതാണ്, തിരിച്ചിങ്ങോട്ട് വന്നത് ഈ സ്ഥലത്തിൽ കിട്ടുന്ന എനിക്ക് സുരക്ഷയും സൗകര്യങ്ങളും വേറെ എവിടെയും കിട്ടില്ല. അതുകൊണ്ടാണ് തിരിച്ചു വന്നിട്ടുള്ളത്. സുരക്ഷയുടെയും കരുതലിൻ്റെയും ഗൾഫ് മാതൃക കൂടിയാണ് ഈ സംഘർഷ സമയത്തും ഗൾഫ് രാജ്യങ്ങളിൽ കാണാനാകുന്നത്. എന്തിനേയും നേരിടാനുള്ള മനക്കരുത്തും ഭരണപാഠവും സ്നേഹവും സഹാനുഭൂതിയുമുള്ള ഭരണാധികാരികളുള്ളപ്പോൾ ഗൾഫ് രാജ്യങ്ങളിലുള്ള മലയാളികൾ ഉൾപ്പെടെ എന്തിനു ഭയക്കണം? റമദാനായാൽ പിന്നെ വൈബില്ലെന്ന് പറഞ്ഞത് ആരാണ്? UAE-ക്കാർക്ക് എല്ലാ റമദാനിലും ഒരു പ്രത്യേക വൈബുണ്ട്, കരാമ വൈബ്. നോമ്പുതുറ സമയം മുതൽ ഇടയത്താഴ സമയം വരെ ഭക്ഷണം കഴിച്ച് നല്ല തണുത്ത കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ കറങ്ങി നടക്കാൻ കഴിയുന്ന കരാമ വൈബ്. കരാമ വൈബിൻ്റെ കാഴ്ചകളാണ് ഇനി കാണാൻ പോകുന്നത്. അടിച്ചിട്ട് കുടിച്ചിട്ട് പോയിട്ടാ. റമദാൻ രാത്രികളിലെ പ്രത്യേക നമസ്കാരമായ തറാവിയെ കഴിഞ്ഞാൽ പിന്നെ കറാമയിലേക്കുള്ള ഓട്ടത്തിലാകും ദുബായിലും പരിസര പ്രദേശത്തുമൊക്കെയുള്ളവർ. കറാമയിലെ രാത്രികൾക്ക് ഇപ്പോൾ വലിയ തിളക്കമാണ്. റമദാൻ ഫുഡ് സ്ട്രീറ്റ് ഒരുക്കി കറാമ വൈബിലേക്ക് വിളിക്കുകയാണ് ഇവിടുത്തെ കച്ചവടക്കാർ. രണ്ടര മണിക്കൂർ തണുത്ത കാറ്റും കൊണ്ട് ഫുഡ് അടിച്ച് ഇങ്ങനെ നടക്കാം. കറാമ ഒരു മിനി കേരളമാണെന്നാണല്ലോ പറയാറ്. മലയാളികളാണ് അധികവുമുള്ളത്, ഒപ്പം കേരള തനിമയുള്ള ഭക്ഷണവും. നമ്മുടെ നാട്ടിലത്തെ ട്രഡീഷണൽ ഐറ്റംസ് ഈ റമദാൻ്റെ ഭാഗമായിട്ടുള്ള ഉപ്പിലിട്ടത്, ഐസ് വരതി, പിന്നെ കണ്ണൂർ ഭാഗത്തുള്ള കച്ച്, ലൊട്ട, അങ്ങനത്തെ ഐറ്റംസ്, പിന്നെ നമ്മുടെ ഇതിനിടയ്ക്ക് ട്രെൻഡിങ് ആയിട്ടുള്ള മസ്ക ബണ്ണ്, നല്ല പൊട്ടാറ്റോ ബണ്ണിൽ പിന്നെ നല്ല അമൂൾ ബട്ടർ തേച്ച് സ്പ്രെഡ് ചെയ്തിട്ട് അടിപൊളിയാക്കിയിട്ട് തരും. ഉപ്പിലിട്ടതില്ലാതെ എന്ത് നൈറ്റ് ലൈഫ്? അതിപ്പോൾ കോഴിക്കോട് ബീച്ചായാലും കറാമയായാലും ഉപ്പിലിടാൻ പറ്റിയ ഒരുവിധം എല്ലാ ഐറ്റവും വെട്ടിക്കൂട്ടിപ്പറക്കി ഭരണികളിലാക്കിയിട്ടുണ്ട്. ഉപ്പിലിട്ടത് കഴിക്കാനാണ് തിരക്ക് കൂടുതലുള്ളത്. ഫുഡൊക്കെ എന്ന് പറഞ്ഞാൽ നോമ്പായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ മെയിനായിട്ട് ഒരു 3 ബോക്സ് ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇഫ്താർ ബോക്സ്, അത് സിൽവർ ബോക്സ്, ഗോൾഡൻ ബോക്സ്, ഡയമണ്ട് ബോക്സ്. അതിന് 7 dirhams മുതൽ 16 dirhams വരെയുള്ള പാക്കേജാണ്. നാട്ടിലെ സ്നാക്സ് ഐറ്റംസ് ഉണ്ട്, ഏകദേശം 28-30 ഐറ്റംസ് സ്നാക്സ് ഡെയിലി പ്രിപ്പറേഷൻ നടക്കുന്നുണ്ട്. അതിനൊക്കെ നല്ല മൂവിങ് ആണ്, ഒരു നൊസ്റ്റാൾജിക് ഐറ്റംസ് ആയിട്ടുള്ള.
പിന്നെ നമ്മുടെ സ്പെഷ്യൽ മന്തി, സ്റ്റീംഡ് മന്തി, പിന്നെ ഫിഷ് പൊള്ളിച്ചത്, ഫിഷ് ചാർക്കോൾ. പൊതുവേ നല്ല മലയാളികൾക്ക് നല്ല എണ്ണയൊക്കെ കുറച്ചിട്ടുള്ള നല്ല മന്തി, പിന്നെ റിബ്സ്, പോത്തുംകാല്, പിന്നെ കടൽക്കൂട്ട്, അങ്ങനെ കണ്ട ഒരുപാട് ഐറ്റംസ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. കൂട്ടുകാരുമൊത്ത് ദൂരെ നിന്ന് വരുന്നവരാണ് അധികവും, കുടുംബവുമൊത്ത് വരുന്നവരുമുണ്ട്. റമദാനിൽ പകൽ കറക്കം കുറവാണെങ്കിലും രാത്രിയാകുമ്പോൾ അതിൻ്റെ കോട്ടം തീർക്കാൻ എത്തുന്നവരാണ് കൂടുതലും. എല്ലാം ഉഷാറായിട്ട് അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. കറാമ വൈബ് പഴയ പോലെ തന്നെ ഉഷാറന്നെ, അടിപൊളിയാണ്. എല്ലാം അടിപൊളി വൈബ് തന്നെയാണ്. ഞങ്ങൾ അജ്മാനിൽ നിന്നാണ് വരുന്നത്. അജ്മാനത്തിനായിട്ട് തന്നെ ഇറങ്ങിയതാണ്. കറാമ വൈബ് സ്പെഷ്യൽ മെയിൻ ഇതൊക്കെ തന്നെ ട്രൈ ചെയ്യാൻ വന്നത്. ഒരതി ഐസ്, അതുപോലെ ഉപ്പിലിട്ടത്, അതൊക്കെയാണ് മെയിൻ. കുട്ടികളെയും മുതിർന്നവരെയും ആകർഷിക്കുന്ന മറ്റ് പല കാഴ്ചകളും ഇവിടെയുണ്ട്. ഇവിടെ വൈബല്ലേ, കരാമല്ലേ, നമ്മളെ കേരളത്തിന്റെ കൊച്ചു കേരളമാണ് നമ്മളെ കരാമ എന്ന് പറഞ്ഞാല്. അപ്പോൾ ഇവിടുത്തെ വൈബ് എപ്പോഴും ഉണ്ടാവും. അതുകൊണ്ടാണ് ഇവിടെ സ്ട്രീറ്റ് ഫുഡ് ഫെസ്റ്റിവൽ വെച്ചിരിക്കണേ. നൈറ്റ് നമുക്ക് ഇവിടെ കുലുക്കി സർബത്ത്, പാനിപൂരി, ഉപ്പിലിട്ടത്, അതേപോലെ നമ്മുടെ തൊട്ടടുത്ത് ലസ്സി ഹോം ഉണ്ട്, അതേപോലെ അവർക്ക് കുനാഫൊക്കെ ഉണ്ട്. എന്ത് കഴിക്കാനും വരാം. നമ്മുടെ നാട്ടിലെ ഫുഡൊക്കെ ഇവിടെ കിട്ടും. ഭക്ഷണ സാധനങ്ങൾ ഓരോന്നും പരിചയപ്പെടുത്താനും കൂട്ടിക്കൊണ്ടുപോയി കഴിപ്പിക്കാനും മലയാളികൾ മാത്രമല്ല ഉള്ളത്. Every people on all countries they are coming here to try. Come you also try. അത്താഴ വിരുന്നൊരുക്കുന്നതിൽ കച്ചവടക്കാർ ഓരോരുത്തരും മത്സരിക്കുകയാണ്. ചോറിനും മീനിനുമാണ് ആവശ്യക്കാർ ഏറെയുള്ളത്. കഞ്ഞി, കപ്പ, അപ്പം, ദോശ, പുട്ട് തുടങ്ങി എന്തും ഏതും ഇവിടെ കിട്ടും. സ്റ്റേജ് ഒരുക്കി പരിപാടികൾ നടത്തുന്ന പതിവ് എല്ലാ വർഷവുമുണ്ട്. നോമ്പ് പകുതി കഴിഞ്ഞ് പെരുന്നാൾ പൊലിവിലേക്ക് കടക്കുന്നതോടെ കറാമ വൈബ് ഒന്നുകൂടി കളറാകും. ഫ്രണ്ട്സായിട്ട് വന്ന് വെറുത്താണ്. കാരണം കഴിഞ്ഞ വട്ടത്തെക്കാട്ട് ഒരുപാട് ഷോപ്പുകളും കാര്യങ്ങളായാലും ഫുഡ് ഫെസ്റ്റിവൽ കുറേ കാര്യങ്ങളായാലും ഇപ്പോൾ പുതിയതായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ മാത്രമല്ല നമ്മൾ തൊട്ടടുത്ത് പാർക്കുണ്ട്, അവിടെ ഇതൊക്കെ പരിപാടി തുടങ്ങുന്നത്. അല്ല നോർമലി ടേസ്റ്റ് ചെയ്തൊക്കെ അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല. പിക്കിൾസ് ഒക്കെ കുഴപ്പമില്ല, നല്ലതാണ്. ഉപ്പിലിട്ടതൊക്കെ ഉണ്ട്, നല്ല രസമുണ്ട് എല്ലാം. കരാമിൽ നോമ്പ് തുടങ്ങിയിട്ട് ഇപ്പോൾ ഫസ്റ്റ് ടൈമാണ്. അതിന് മുന്നേ വന്നിട്ടുണ്ട്, പക്ഷെ ഇപ്പോൾ ഓക്കെ, ഇന്നാണ് ഫസ്റ്റ് വരുന്നത്. എന്തായാലും UAE-യിൽ തന്നെ ഇത്രയും അടിച്ചു പൊളിച്ച് കറങ്ങി നടന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റിയ ഇടങ്ങളുണ്ടോ എന്ന് സംശയമാണ്. പ്രവാസ ലോകത്തായാലും നാട്ടിലായാലും ഒരു കൈത്താങ്ങ് വേണ്ടവർക്ക് എന്നും കൂടെ നിൽക്കുന്ന സംഘടനയാണ് സാന്ത്വനം കുവൈറ്റ്. സാന്ത്വനം കുവൈറ്റ് തങ്ങളുടെ 25ാമത് വാർഷികം ആഘോഷിച്ചത് ഇക്കഴിഞ്ഞ ആഴ്ചയിലാണ്. വർഷമായി ഇടതടവുകളില്ലാതെ നടത്തുന്ന കാരുണ്യ പ്രവർത്തനം. നിരാലംബരുടെ കൈപിടിക്കാൻ എന്നും കൂടെയുള്ള സാന്ത്വനം കുവൈറ്റ്. പ്രവാസി മണ്ണിലെ കരുണയുടെയും കരുതലിൻ്റെയും പര്യായമായ സാന്ത്വനം കുവൈറ്റിൻ്റെ സിൽവർ ജൂബിലി ആഘോഷങ്ങൾ വിപുലമായി നടന്നു. ഫെബ്രുവരി 13 അബ്ബാസിയയിലെ ഇന്ത്യൻ സെൻട്രൽ സ്കൂൾ ഓഡിറ്റോറിയത്തിലായിരുന്നു ആഘോഷങ്ങൾ. പ്രൗഢഗംഭീരമായ ചടങ്ങിൽ കുവൈറ്റിലെ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും നൂറുകണക്കിന് പ്രവർത്തകരും പങ്കെടുത്തു. പിന്നിട്ട പ്രവർത്തന വർഷത്തിൽ 1696 രോഗികൾക്കായി 1,82,00,000 രൂപയുടെ ചികിത്സ, വിദ്യാഭ്യാസ, കുടുംബസഹായ പദ്ധതികൾ നടപ്പിലാക്കിയതായി സാന്ത്വനം കുവൈറ്റ് അറിയിച്ചു. കഴിഞ്ഞ 25 വർഷത്തെ പ്രവർത്തനത്തിനിടെ 20,868 രോഗികൾക്കായി 20 കോടിയിലേറെ രൂപ വിവിധ സഹായ പദ്ധതികളിലൂടെ
സാമൂഹ്യമായും സാമ്പത്തികമായും പിന്നോക്കം നിൽക്കുന്ന ദുർബല ജനവിഭാഗങ്ങൾക്കിടയിൽ ലഭ്യമാക്കാനും സാന്ത്വനം കുവൈറ്റിന് സാധിച്ചിട്ടുണ്ട്. കേരളത്തിലെ പാവപ്പെട്ട രോഗികൾക്കും ഒപ്പം കുവൈറ്റിലെ ഗാർഹിക മേഖലയിലും അടിസ്ഥാന മേഖലയിലും ജോലിയെടുക്കുന്ന സാധാരണക്കാരായ പ്രവാസികൾക്കുമാണ് പ്രധാനമായും സാന്ത്വനം കുവൈറ്റ് സഹായങ്ങൾ എത്തിക്കുക. പ്രതിമാസ തുടർ ചികിത്സാ സഹായ പദ്ധതിയിലൂടെ നാട്ടിൽ ദീർഘകാലമായി ചികിത്സ ആവശ്യമായി വരുന്ന രോഗികൾക്കുള്ള പെൻഷനും നഴ്സിംഗ് അടക്കമുള്ള ഉന്നത വിദ്യാഭ്യാസത്തിനായി സാമ്പത്തിക പ്രയാസം നേരിടുന്ന കുട്ടികൾക്കുള്ള സഹായവും ഗൃഹനിർമ്മാണത്തിനുള്ള സാമ്പത്തിക സഹായവും സാന്ത്വനം നൽകി വരുന്നുണ്ട്. ഓണത്തോടനുബന്ധിച്ചും മറ്റും കേരളത്തിലെ വിവിധ ഇടങ്ങളിലുള്ള അഗതി മന്ദിരങ്ങൾ, വൃദ്ധസദനങ്ങൾ, പുനരധിവാസ കേന്ദ്രങ്ങൾ, സ്പെഷ്യൽ സ്കൂളുകൾ എന്നിവിടങ്ങളിൽ പ്രത്യേക സഹായങ്ങൾ സാന്ത്വനം എല്ലാ വർഷവും നൽകി വരുന്നുണ്ട്. സിൽവർ ജൂബിലി വർഷത്തെ പ്രത്യേക സാമൂഹ്യക്ഷേമ പദ്ധതിയായ 25 രോഗികൾക്കുള്ള അവയവമാറ്റ ശസ്ത്രക്രിയയും 50 കുട്ടികളുടെ ക്യാൻസർ ചികിത്സാ സഹായവും ഒപ്പം 25 നിർധന വിദ്യാർത്ഥികൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള സഹായവും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് സാന്ത്വനം ഭാരവാഹികൾ അറിയിച്ചു. ജാതിമത ഭേദമന്യേ പാവപ്പെട്ടവർക്കും രോഗികൾക്കും സാന്ത്വനം കുവൈറ്റ് നൽകി വരുന്ന സേവനങ്ങളെ ചടങ്ങിൽ പങ്കെടുത്ത വിശിഷ്ട വ്യക്തികൾ പ്രകീർത്തിച്ചു. സംഘടനയുടെ ഔദ്യോഗിക ഉദ്ഘാടനത്തെ തുടർന്ന് സിൽവർ ജൂബിലി പ്രഭാവം വിളിച്ചോതുന്ന സ്മരണികയായ സിൽവർ ജൂബിലി സുവനിയർ പ്രകാശനം ചെയ്തു. പ്രവാസ മണ്ണിൽ വെച്ച് നാം നട്ടുവളർത്തിയ ആ കൊച്ചു ചിന്ത ഇന്ന് ആയിരങ്ങൾക്ക് തണലാകുന്ന മഹാപ്രസ്ഥാനമായി മാറിയിരിക്കുകയാണ്. പ്രവാസികൾ സൂക്ഷിക്കുന്ന ഒരു വലിയ ഹൃദയവികാരമാണ് നാട് എന്നുള്ളത്. അപ്പം നാട്ടിൽ എന്ത് സംഭവിക്കുന്നു, പ്രവാസ ഭൂമിയിൽ ഇരിക്കുമ്പോൾ അവൻ്റെ ചുറ്റും സംഭവിക്കുന്നതിനേക്കാൾ കൂടുതൽ അവൻ ജീവിച്ച് അവൻ വിട്ടുപോകുന്ന നാട്ടിൽ എന്ത് സംഭവിക്കുന്നു എന്ന ആകുലതയാണ് പ്രവാസികളെ എപ്പോഴും വേട്ടയാടുന്നത്. 25ാം വർഷത്തിൽ നിങ്ങൾക്ക് ഒരു ഗംഭീര തുടക്കമാണ് ലഭിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. സോ അത് ഈ വർഷം മുഴുവൻ നിലനിൽക്കട്ടെ എന്നാശംസിക്കുന്നു. അതോടൊപ്പം നിങ്ങളുടെ രജത ജൂബിലി ആഘോഷങ്ങൾ ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്തതായിട്ടും പ്രഖ്യാപിക്കുന്നു. ഈ രജത ജൂബിലി ഒരു ലക്ഷ്യസ്ഥാനമല്ല, മറിച്ച് സ്നേഹപ്രയാണത്തിൻ്റെ ഒരു നാഴികക്കല്ലാണ്. അതിർത്തികളും വിശ്വാസങ്ങളും കൊണ്ട് പലപ്പോഴും വിഭജിക്കപ്പെട്ട ഒരു ലോകത്ത് കാരുണ്യത്തിന് അതിരുകളില്ല എന്ന വസ്തുതയുടെ തെളിവായി സാന്ത്വനം ഇന്നും തുടരുന്നു. 2025 വർഷം, അതായത് നടപ്പ് വർഷം, 1696 രോഗികൾക്കായി 1,81,87,951. അങ്ങനെ 25 വർഷത്തെ വളരെ ദീർഘമായ ഒരു കണക്കവതരണമാണ് നിങ്ങളുടെ സമക്ഷം ഇപ്പോൾ വെച്ചിരിക്കുന്നത്. ചടങ്ങിൽ വെച്ച് സംഘടനയുടെ മുൻകാല ഭാരവാഹികളെയും മികച്ച സേവനം കാഴ്ചവെച്ച പ്രവർത്തകരെയും ആദരിച്ചു. പൊതുയോഗത്തിൽ അടുത്ത വർഷത്തെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാനായി പുതിയ ഭാരവാഹികളെയും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെയും തിരഞ്ഞെടുത്തു. കുവൈറ്റിലെ പ്രമുഖ മ്യൂസിക് ബാൻഡായ ബാൻഡ് 7 കുവൈറ്റ് അണിയിച്ചൊരുക്കിയ ഗാനസന്ധ്യയും അരങ്ങേറി. സിൽവർ ജൂബിലി വർഷത്തിൽ കൂടുതൽ വിപുലമായ കാരുണ്യ പദ്ധതികൾ നടപ്പിലാക്കുമെന്നും കേരളത്തിലെയും കുവൈറ്റിലെയും അർഹരായവരിലേക്ക് സഹായമെത്തിക്കുന്നത് തുടരുമെന്നും സാന്ത്വനം ഭരണസമിതി ഉറപ്പു നൽകുന്നു. അറേബ്യ ദിസ് വീക്കിൻ്റെ ഈ അധ്യായം ഇവിടെ പൂർത്തിയാകുന്നു. അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം കാണാം. ഗുഡ് ബൈ.